ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. സോഫിയയുടെ മൃതദേഹം ഇന്ന് ഖബറടക്കം. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമെന്നുള്ള ആശങ്ക നേരത്തെ തന്നെ സോഫിയയും കുടുംബവും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അഞ്ച് പട്ടികളെ പിടിച്ചു. പിന്നെ ഞാൻ ഓടി വീണ് എന്റെ മുട്ടൊക്കെ ഇതായി. ഞാൻ മെഡിക്കൽ റെസ്റ്റ് ചികിത്സയൊക്കെ ആയിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നീ ഇറങ്ങി പോവാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുന്ന മുമ്പ് ഇവര് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നും താഴത്ത് വീണ് പുലി ഇറങ്ങിയോ? പുലി ഓടി. പട്ടിയെ പിടിച്ചെടുത്ത് താഴ്ത്തി ആടി. പുറത്തുകാരൻ ഒരു വീടുണ്ട്. 2 പെൺപിള്ളേരും അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവരുടെ ഒരു 10-15 പശുവിനെ ആദ്യം ഒന്നിനെ കൊണ്ടുപോകുന്നു. പിന്നെ പിടിച്ചോണ്ട് പോയി പശുവിനെ കണ്ടിട്ടില്ലേ? പുള്ളി പോകുമ്പോ കാണിക്കും നിങ്ങൾ അങ്ങോട്ട് പോകും. ആന നേടെ വരുമോ? കൊച്ചു വീണു ആന പേടിച്ചു ആന ഇങ്ങോട്ട് കയറി വരുമെന്ന് ആനോട് പറഞ്ഞെന്ന്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, എന്താണ് മറ്റു വിവരങ്ങൾ? നിലവിൽ ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കാഞ്ഞിരപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഏകദേശം ഉച്ചയോടുകൂടി മൃതദേഹം പൊതുദർശനത്തിനായി സോഫിയയുടെ സ്ഥലമായ ചെന്നാപ്പാറ മുഗൾ ത്വാഹ ജുമാ മസ്ജിദിൽ എത്തിക്കും. അവിടെയാണ് പൊതുദർശനം ഉണ്ടാവുക. 1 മണിക്കൂറോളം അവിടെ പൊതുദർശനം ഉണ്ടാകും. ശേഷം മുണ്ടക്കയം വരിക്കാനി പള്ളിയിലാണ് ഖബറടക്കം നടക്കുക. കൂടുതലായും അതായത് ഈ പൊതുദർശനം അവിടെ വയ്ക്കാനുണ്ടായ സാഹചര്യം, ഈ വർഷങ്ങളായി അവർ അവിടുത്തെ താമസക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെല്ലാം തന്നെ ഉള്ളത് ഈ ഒരു ചെന്നാപ്പാറ മേഖല കേന്ദ്രീകരിച്ചാണ്. തോട്ടം മേഖലയാണ്, ലയങ്ങളുണ്ട്. ലയങ്ങളിലുള്ളവർക്കൊപ്പമാണ് ഈ സോഫിയ ഈ ജോലികൾക്ക് പോയിരുന്നത്, തൊഴിലുറപ്പ് പണികൾക്ക് പോയിരുന്നത്, മറ്റു ജോലികൾക്കെല്ലാം തന്നെ പോയിരുന്നത്. അത്തരത്തിൽ വലിയ ആത്മബന്ധമുള്ള ഒരു പ്രദേശമാണ് അവിടുത്തെ ആളുകളുമായി. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു പൊതുദർശനം വയ്ക്കാൻ തീരുമാനിച്ചത്. 1 മണിക്കൂർ പൊതുദർശനം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമാകും ഖബറടക്കം ഉണ്ടാകുക. ഇപ്പോഴും ഈ മേഖല കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം നിര്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചെന്നാപ്പാറ A ഡിവിഷൻ, അതുപോലെ തന്നെ കുപ്പക്കയം, മതമ്പ എന്നിവിടങ്ങളിലായി 3 കാട്ടാനക്കൂട്ടങ്ങൾ ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയുണ്ട്. അവിടെ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഉള്ളപ്പോഴും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കൃത്യമായി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. ഇത് തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയിൽ ഈ TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റിൽ റീപ്ലാന്റേഷന്റെ ഭാഗമായി വെട്ടിമാറ്റിയ മരങ്ങൾ അവിടെ പിന്നീട് റീപ്ലാന്റ് ചെയ്യാതെ വലിയ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. അവിടേക്ക് കടന്ന് ചെല്ലുക അപ്രാപ്യമാണ്. ആ പ്രദേശത്താണ് നിലവിൽ ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം ഉള്ളത്. വനംവകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വനംവകുപ്പ് അവിടെ എത്തി ഈ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള വനംവകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ ഞാനൊന്ന് ഇടപെടുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് പോലെ ശക്തമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങൾക്ക് കൃത്യമായൊരു പരിഹാര മാർഗം ഉണ്ടാകുക എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇപ്പോഴും ആ ഒരു ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നതും അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾ തുടരുന്നതും. പ്രധാനമായും ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ഈ കാട്ടാനക്കൂട്ടമുണ്ട് അല്ലെങ്കിൽ കാട്ടാനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ട് എന്ന് വിളിച്ചറിയിച്ചിരുന്നു. അതിനുശേഷം വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം. ആ സമയത്ത് കൃത്യമായ ഇടപെടൽ നടത്തി ആ മേഖലയിൽ കൃത്യമായ നിരീക്ഷണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് സോഫിയയുടെ ഭർത്താവ് ഇസ്മായിൽ പറയുന്നത്. ഈ പലപ്പോഴായും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള വീഴ്ചകളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് എന്നുള്ളത് നാട്ടുകാരും പറയുന്നുണ്ട്. ഈ ഫോറസ്റ്റ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർ പലപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. മതമ്പ ബീറ്റ് ഫോറസ്റ്റ് ഡിവിഷനിലാണ്, ഫോറസ്റ്റ് ഓഫീസാണ് ഇതുമായി ബന്ധപ്പെട്ട ആ മേഖലയിലെ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുകയും അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ഇവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ആ ഓഫീസിലില്ല. ഒരു പെട്ടെന്ന് ഒരു വന്യമൃഗത്തിന്റെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ
വന്യമൃഗ ശല്യമുണ്ടായാൽ അവിടെ എത്തണമെങ്കിൽ ഒരു വാഹനം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാവാം ചിലപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഫോൺ വിളിച്ചാൽ അവർ എടുക്കാത്തതും അല്ലെങ്കിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാത്തതും എന്നുള്ളൊരു ആരോപണം പ്രധാനമായും വരുന്നുണ്ട്. എങ്ങനെ അത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ പോലും ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ട് അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി ഈ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ വന്യമൃഗ കാട്ടാന ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ 2 വർഷത്തോളമായി നിരന്തരം കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണ്. പല കൂട്ടങ്ങളായി തിരിഞ്ഞ കാട്ടാനകൾ നിരന്തരം എത്തുന്നു. ഏകദേശം 33 ആനകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം വരെ ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ ഒരു ടിആർആൻഡി എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച് റബ്ബർ തോട്ടത്തിനുള്ളിൽ എത്തിയതായി ആളുകൾ പറയുന്നുണ്ട്. അത് നേരിട്ട് തിട്ടപ്പെടുത്തിയ ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിൽ കാട്ടാനക്കൂട്ടം എത്തുമ്പോൾ പോലും വനം വകുപ്പ് കൃത്യമായി ഇടപെട്ടതിനെ വനത്തിനുള്ളിലേക്ക് കടത്തിവിടാൻ ക്രിയാത്മകമായ ഇടപെടൽ നടത്തേണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വശം. മറ്റൊരു വശം എന്നുള്ളത് ഈ ടിആർആൻഡി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരത്തിൽ ഈ റീപ്ലാന്റേഷനായി മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ഈ റീപ്ലാന്റേഷൻ നടത്താതെ വനസമാനമായ ഒരു രീതിയിലാണ് അവിടെ പൊന്തക്കാടുകൾ വളർന്ന് വലിയ വള്ളിപ്പടർപ്പുകളൊക്കെ പടർന്ന ഒരു വനത്തിന് സമാനമായ അവസ്ഥയാണ് ഈ കാടിന്റെ ഈ തോട്ടത്തിന്റെ പല മേഖലകളും ഉള്ളത്. ഇത്തരത്തിൽ ഈ ഒരു തോട്ടം മേഖലയുടെ പല പ്രദേശങ്ങളും കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങൾ കൂടുതലായി ഈ മേഖലയിലേക്ക് കടന്നു വരികയും അത് ജനവാസ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്ത സാന്നിധ്യമുണ്ടാകുന്നു. അത്തരത്തിൽ ഇതിന് ഈ ഒരു ഇത്തരത്തിൽ കാട്ടാനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഈ ഒരു ടിആർആൻഡി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള തോട്ടം മേഖലയിലേക്ക് കടന്നു വരാൻ ടിആർആൻഡി എസ്റ്റേറ്റ് മാനേജ്മെന്റിനും പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും പ്രദേശവാസികളും. ഒരുപക്ഷെ ജനങ്ങൾ ഇത്രത്തോളം ഒരു പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധം ഉന്നയിച്ചിട്ടും അല്ലെങ്കിൽ പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നതുപോലെ ഇനിയും അടിയന്തരമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇനിയും മരണങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്ക് വഴിമാറിയാൽ കൂടിയും സർക്കാർ കണ്ണ് തുറക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇനിയും ബാക്കിയാകുന്നത്. കാലങ്ങളായി ഈ ഒരു ചോദ്യം ഉയർന്നു വരുന്നതാണ്. നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഒരാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ കാട്ടാന ആക്രമണമാണ്. അതിൽ 2 പേർ കൊല്ലപ്പെടുന്നു. അതായത് ആദ്യം മറയൂരിൽ നടന്നൊരു കാട്ടാന ആക്രമണത്തിലാണ് ഒരു ഫോറസ്റ്റ് വാച്ചർ അതുപോലെ തന്നെ വനവാസി വിഭാഗത്തിൽപ്പെട്ട വിമലകുമാർ എന്നയാൾ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം കൃത്യം ഒരാഴ്ചക്ക് പിന്നിലാണ് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇവിടെ ഈ മുണ്ടക്കയത്തിന് സമീപത്തെ ഇത്തരത്തിൽ കാട്ടാനാക്രമണം ഉണ്ടാകുകയും സോഫിയ മരിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയരുകയും ആ ചോദ്യങ്ങൾ അതിനുശേഷം അസ്തമിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുടെ സ്വരം ഒച്ചയടപ്പിക്കാനുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. അതിനുശേഷം അത് അവിടെ കെട്ടടങ്ങുന്നു. പിന്നീട് ഒരു കാട്ടാനാക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് വീണ്ടും ഈ ചോദ്യങ്ങൾ ഉയരുന്നതും അത് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സോഫിയയുടെ ഭർത്താവ് ഈ വനം വകുപ്പ് മന്ത്രി എത്തിയപ്പോൾ, അതായത് വനം വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നേരിട്ടെത്തി നിവേദനം നൽകിയിരുന്നതാണ്. ഇത്തരത്തിൽ തങ്ങളുടെ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കാട്ടാന ശല്യമുണ്ട്, അതിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമാണ്, അത് അടിയന്തരമായി തന്നെ ചെയ്തു നൽകാനുള്ള ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയിരുന്നതാണ്. പക്ഷേ ആ നിവേദനത്തിന് പോലും പുല്ലുവില എന്നുള്ളതാണ്. അതായത് സാധാരണക്കാരൻ നൽകിയ നിവേദനത്തിന് ഒരു വിലയുമില്ലാത്ത അവസ്ഥ, ആ ഒരു നിവേദനത്തിന് ജീവന്റെ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ ഈ ഒരു മരണം കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ കാട്ടാന കളിയിൽ ഒരു സോഫിയ മരണപ്പെടുമ്പോഴെങ്കിലും ഈ വനം വകുപ്പിന്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും ഈ പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളെയും ടിആർആൻഡി എസ്റ്റേറ്റ് പ്രതിനിധികളുടെയും ഒക്കെ കണ്ണു തുറക്കുമെങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്നുള്ള ഒരു രീതി അത്തരത്തിലാണ് നിലവിൽ ഈ സോഫിയയുടെ ഭർത്താവിന്റെ പ്രതികരണം നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ഈ വന്യമൃഗങ്ങൾ എത്താതിരിക്കാൻ ഉള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ അല്പം മുമ്പ് കണ്ടിരുന്ന ഈ സോഫിയയും അതുപോലെ തന്നെ ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലെ വന്യജീവി സംഘർഷവും അല്ലെങ്കിൽ വന്യജീവികളുടെ ആ ഒരു രൂക്ഷതയും പുറത്ത് പറയുന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നതാണ്. അതിൽ തന്നെ എത്രത്തോളം ഭീകരമാണ് ആ മേഖലയിലെ അന്തരീക്ഷം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും ആ മേഖലയിൽ കാട്ടാനകൾ മാത്രമല്ല ഈ പുലിയും കടുവയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ പുലിയും കടുവയും ഒക്കെ എത്തുമ്പോൾ പലപ്പോഴും വീടിന് മുന്നിൽ നിന്ന് പട്ടിയെയും അതുപോലെ തന്നെ ആടിനെയും പശുവിനെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് ഇവർ. അത് കൃത്യമായി തന്നെ അവിടെ പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സോഫിയ
ഇതിനു മുമ്പ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വന്ന ഒരാൾ കൂടിയാണെന്ന് ആ ഒരു വീഡിയോയിലൂടെ സോഫിയ പറയുന്നുണ്ട്. തന്റെ കാലിന് പരിക്കേറ്റിരുന്നു, പിന്നീട് ആശുപത്രിയിലെത്തി ചികിത്സയൊക്കെ നടത്തിയ ശേഷമാണ് വീണ്ടും പഴയ പടിയിലേക്കായത് എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അത്തരത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഈ ഒരു വന്യമൃഗ ശല്യം ഉണ്ട് എന്നുള്ളത് അവരുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സുബിൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ ചേർന്നുണ്ട്. ശ്രീമതി നിജിനി, ഒരുപക്ഷെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് എന്ന് പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കളക്ടർ വരണം, നേരിട്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനം അറിയിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ അത്രയും നേരം ആ ബോഡി അവിടെ വെച്ച് പ്രതിഷേധം അറിയിച്ചത്. യെസ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. സുബിൻ തോമസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. സുബിൻ, ഒരുപക്ഷെ ഇപ്പോൾ പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. എത്രയും പെട്ടെന്ന് കളക്ടർ സ്ഥലത്തെത്തണം, കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തുതന്നെയായാലും അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ശാശ്വതമായൊരു പരിഹാരം വേണം. ആ ഒരു നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ജനങ്ങൾ ഉന്നയിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. ഈ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നുള്ള ആ ഒരു ആവശ്യത്തിൽ അവർ പിന്നോട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇന്നലെ ഈ ഒരു സോഫിയയുടെ മരണത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ ഉടലെടുത്തിരുന്നു. ഇന്നലെ 6 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കാട്ടാന സോഫിയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഇത് ജനങ്ങൾ അറിയുകയും ജനങ്ങൾ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ജില്ലാ കളക്ടർ എത്താതെ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. പലപ്പോഴായി പരാതി നൽകിയിരുന്നു. ആ പരാതികളിലൊന്നും തന്നെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. പിന്നീട് ഏതു തരത്തിൽ ഇത് പരിഹരിക്കും എന്നുള്ള ഒരു ചോദ്യം ഉയർന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ എത്തി ഈ കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി, ഈ പ്രദേശത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി കൃത്യമായ വിശദീകരണം നൽകാതെ മൃതദേഹം മാറ്റില്ല എന്നൊരു നിലപാട് പ്രദേശവാസികൾ എടുത്തത്. അതിനുശേഷം ഏകദേശം 1 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ അവിടെ എത്തുന്നത്. ജില്ലാ കളക്ടർ എത്തി പ്രദേശവാസികളുമായി ചർച്ച നടത്തി, ജനപ്രതിനിധികളുമായി സംസാരിച്ചു. ഇതിനുശേഷമാണ് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനമായും ജില്ലാ കളക്ടറോട് അവർ ആവശ്യപ്പെട്ടത് വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ മരണവുമായി ബന്ധപ്പെട്ട് നിർധന കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് മരിച്ചത്. കൂലിപ്പണിക്കാരിയായ സ്ത്രീയാണ്. ഈ സോഫിയയും അതുപോലെ തന്നെ ഭർത്താവ് ഇസ്മായിലും കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. അതിൽ ഭിന്നശേഷിക്കാരിയായ മകളെ പോറ്റേണ്ടതായുണ്ട്. മകന്റെ വിദ്യാഭ്യാസം ഇതെല്ലാം ഇവരുടെ ഈ തൊഴിലിലൂടെയാണ് നടന്നിരുന്നത്. ഇവർ രണ്ടുപേരുടെ തൊഴിലിലൂടെയാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ ഒരു നഷ്ടപരിഹാരം വേണം. ആ നഷ്ടപരിഹാരം എത്ര രൂപ നൽകുമെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അത് കൃത്യമായി വിശദീകരിച്ചു. 10 ലക്ഷം രൂപ ഇന്ന് തന്നെ ഈ സോഫിയയുടെ കുടുംബത്തിന് കൈമാറുമെന്നുള്ള ഒരു ഉറപ്പാണ് അവർ നൽകിയത്. കൂടാതെ കുടുംബത്തിന് ഒരു ജോലി എന്ന ആവശ്യവും നാട്ടുകാർ മുമ്പോട്ട് വെച്ചിരുന്നു. അതും സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്മേലെല്ലാമാണ് രാത്രി 1:30 ഒരു മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയും ഈ മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായത്. ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. കാരണം ഇതൊന്നും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അവർ കടന്നിരുന്നില്ല. പ്രാദേശികമായ പ്രതിഷേധങ്ങൾ നടത്തി അവർ മടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു മരണം അവിടെ സംഭവിച്ചിരിക്കുന്നു, അവർക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിട്ടുള്ളത്. യെസ്, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.